ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് അൽത്താഫ് സലീം ഡയറക്റ്റ് ചെയ്ത് ഫഹദിക്ക് അഭിനയിച്ച് നമ്മുടെ കിളി പറത്തിയ ഓടും കുതിര ചാടും കുതിരയാണ്. പിന്നെ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ അതിൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന്? സൗണ്ടിനൊന്നും പറ്റിയതല്ല, പലരും പറഞ്ഞിരുന്നു സൗണ്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് മാറ്റിയതാണ്. അങ്ങനെ സിനിമ തുടങ്ങുന്നത് തന്നെ വട്ടുള്ള ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ്. കാൽവട്ട്, അരവട്ട്, മുക്കാവട്ട്, മുഴുവട്ട്, പിന്നെ വരുന്നവരും പോകുന്നവർക്കും വരെ ഈ സിനിമയിൽ വട്ടാണ് ഗൈസ്. ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. പിന്നെ ഈ സിനിമയിലെ പോസിറ്റീവ് എന്ന് പറയുന്നത് ലാലിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ടീഷർട്ടുകളാണ്. ഫുൾ വെറൈറ്റിയാണ്. ഹാൻസം എക്സോട്ടിക് പഴഞ്ചൊല്ലുകൾ. പൂങ്കോഴിയുടെ മുട്ട, മുട്ട ഇട്ടത് തത്ത, തത്തക്ക് എന്തിന്റെ വട്ട, എഴുന്നേറ്റ് പോടാ പൊട്ട. എന്നാ പിന്നൊരു പാട്ടായാലോ? പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞു. പിന്നെ ഈ സിനിമയിലെ പല കോമഡികളും ഇങ്ങനത്തെയാണ്. സോ കല്യാണത്തലേന്ന് മറ്റുള്ള നിധി ആദ്യം തന്നെ എബിയോട് ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല, ഹൽവ പോലത്തെ കുതിരയാണ്. ഹൽവ പ്ലസ് കുതിര ഇസിക്കൽ ടു. അപ്പൊ നമ്മള് ഹൽവ പോലത്തെ ഒരു കുതിരയെ ChatGPT പ്രോംപ്റ്റിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഇത്. പിന്നെ ഈ പടത്തിൽ ഇന്റർവൽ ബാബു ഈ പട്ടീനെ വെച്ചാണ് പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഇയാളെ കാണിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ഈ പട്ടി ഉണ്ടാവും. ഫഹദിക്ക ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവറാണ്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, അവളുടെ മുഖത്ത് പോയി ഒരു സ്ലാപ്പ് ചെയ്യും. അങ്ങനെയാണ് എബിക്ക് നിധിയെ കിട്ടുന്നത്. പിന്നെ എബി ഒരു കോമാങ്ങയായപ്പോൾ നിധി അങ്ങ് ഇട്ടേച്ച് പോവും. അതേപോലെ ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി എബി നിധിക്ക് കൊടുക്കാൻ പറഞ്ഞ ഗോൾഡ് റിങ് മറച്ച് വിറ്റ് ആ പൈസക്ക് പുട്ടടിക്കുന്ന പരട്ട ചേട്ടനാണ് സിബി. പിന്നെ തേക്കപ്പെട്ട അഭിമോൻ മൂവ് ഓൺ ആവും. ഈ സിബി ഒരു കയറ് കണ്ടിട്ട് അതിൽ വെറുതെ തലയിട്ട് പണി ഉണ്ടാക്കും. എബിക്ക് ഒളിഞ്ഞോട്ടം ഒരു ഹാബിറ്റായി മാറി. രേവതിയെ സ്റ്റോക്ക് ചെയ്യലും. ധ്യാന്റെ വീട്ടിൽ ഒരു ഉളുപ്പില്ലാതെ കയറി ചെന്ന് ഫുഡ് ചോദിക്കും. പറയാൻ വിട്ടുപോയി, ആരാണിത്? തനി രാവണൻ, 10 തലയായവന്. നമ്മുടെ പാൻ ഇന്ത്യൻ ബോംബ് സ്റ്റാർ അല്ലേ, പുള്ളിക്കാരനൊന്നും വന്നതേ ഉള്ളൂ, പടത്തിന്റെ റേഞ്ച് എന്നെ മാറും. രേവതിയുടെ ഫിയാൻസെ ഒരു സംശയരോഗിയാണ്. സംശയരോഗി മാത്രമല്ല, ഒരു മുഴുവൻ വട്ടനം. അങ്ങനെ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് രേവതി ബോംബ് സാറിന്റെ അടുത്തേക്ക് പോകുന്നത്. ബോംബ് സാറിന് ചൈനീസ്, ജാപ്പനീസ്, മെക്സിക്കൻ, മലേഷ്യൻ തുടങ്ങി കപ്പയും മീൻകറിയും വരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ രേവതിക്ക് ബോംബ് സാറിന് ഇഷ്ടം. പക്ഷേ അടുത്തുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റിൽ ബോംബ് സാർ മരിക്കും. എന്താണെന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും നിധി വാനിഷായി പോകും. മാത്യൂസ് ഒരു കാവ്യ മാധവൻ ഫാൻ ആയതുകൊണ്ട് തന്നെ രാത്രി കുത്തിരുന്ന് പുള്ളിക്കാരുടെ പാട്ടിന് വൈബ് ചെയ്യും. നല്ലവനായ ഉണ്ണി ചമഞ്ഞ എബിയെ പോലീസ് പോകും. വളരെ സിമ്പിളാണ്, പവർഫുൾ. ബെഡും ടെറഫും നിധിക്ക് ഒരുപോലെയാണ്. അഭിരാമി അതിന് ഇവിടെ കിടന്നല്ലേ ഉരുളേണ്ടത്. മാത്യൂസിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് മാത്യൂസ് എബീനെ പിടിച്ച് ചാമ്പും. തനിക്കൊരു ജെട്ടിട്ടുടോ. ഏതായാലും മാത്യൂസിന് എബിയേക്കാളും കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ പുള്ളി ഈ പ്രായത്തിൽ പിക്കപ്പ് ലൈൻ കൊണ്ട് ലൈൻ സെറ്റാക്കിയത്. ലുലു മാളിലേക്കൊക്കെ പോകുന്ന പോലെ എബിക്ക് വീണ്ടും കോമയിലേക്ക് പോകണം എന്നൊക്കെ പറയും. എന്താ അല്ലേ. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ആരും കാണാത്ത സ്വപ്നങ്ങളാണ് ഈ നിധി എബിയും ഒക്കെ കാണും. നിങ്ങക്ക് നാണം ഉണ്ടോ? അങ്ങനെ ലാസ്റ്റ് എബി കണ്ട സ്വപ്നം നിധിയായിരുന്നു എന്ന് പറഞ്ഞ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള വൈബ് പ്രതീക്ഷയെ നമുക്ക് 2.5 മണിക്കൂർ പെറുപ്പിച്ച് ആ ദിവസത്തെ മൊത്തം മൂഡ് കളഞ്ഞ ഈ പടം ഇവിടെ അവസാനിക്കുകയാണ്. കൂടെ എൻ്റെ ഈ വീഡിയോ. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.